ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ് പഠിക്കാനുള്ളത്. ബിൽഡിംഗ് മെറ്റീരിയൽസിൽ സിമെൻ്റ് എന്ന ടോപ്പിക്കാണ് നമുക്ക് പഠിക്കേണ്ടത്. കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഹിസ്റ്ററി. നാച്ചുറൽ സിമെൻ്റ് എന്നറിയപ്പെടുന്നത് റോമൻ സിമെൻറ്റിനെയാണ് നാച്ചുറൽ സിമെൻ്റ് എന്ന് അറിയപ്പെടുന്നത്. ഈ നാച്ചുറൽ സിമെൻറ്റ് അല്ലെങ്കിൽ റോമൻ സിമെൻറ്റിൻ്റെ കളർ ബ്രൗൺ കളറാണ്. നാച്ചുറൽ സിമെൻറ്റ് അല്ലെങ്കിൽ റോമൻ സിമെൻറ്റ് കളറ് ബ്രൗൺ കളറാണ്. ദെൻ ആർട്ടിഫിഷ്യൽ സിമെൻറ്റ് ജോസഫ് ആസ്പിഡിനാണ് കണ്ടുപിടിക്കുന്നത്. 1824 ഈ ആർട്ടിഫിഷ്യൽ സിമെൻറ്റിനെയാണ് ഓർഡിനറി സിമെൻറ്റ് അല്ലെങ്കിൽ പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ആർട്ടിഫിഷ്യൽ സിമെൻറ്റിനെയാണ് ഓർഡിനറി സിമെൻറ്റ് അല്ലെങ്കിൽ പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ദെൻ കോമ്പോസിഷൻ ഓഫ് സിമെൻറ്റ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഓഫ് സിമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണിത്. കോമ്പോസിഷൻ ഓഫ് സിമെൻറ്റ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഓഫ് സിമെൻറ്റ്. ആദ്യത്തത് ലൈം 62 to 67% ആണ്. ലൈം 62 മുതൽ 67% ലൈമാണ്. സിലിക്ക 17 to 25%, അലുമിന 3 to 8%, ജിപ്സം 3 to 4%, അയൺ ഓക്സൈഡ് 3 to 4%, മെഗ്നീഷ്യ 1 to 3%, സൾഫർ 1 to 3%, ആൽക്കലി 0.2 to 1%. അപ്പോൾ ഒന്നുകൂടെ ലൈം 62 to 67%, സിലിക്ക 17 to 25%, അലുമിന 3 to 8%, ജിപ്സം 3 to 4%, അയൺ ഓക്സൈഡ് 3 to 4%, മെഗ്നീഷ്യ 1 to 3%, സൾഫർ 1 to 3%, ആൽക്കലിസ് 0.2 to 1%. ഇവിടെ ലൈം ബൈൻഡിങ് മെറ്റീരിയലാണ്. മേജർ കോൺസ്റ്റിറ്റ്യൂൻ്റ്, അതായത് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജിലുള്ളത് ലൈമില്ല. ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ലൈമാണുള്ളത്. അപ്പോൾ മേജർ കോൺസ്റ്റിറ്റ്യൂൻ്റ് ആണ്, ബൈൻഡിങ് മെറ്റീരിയലാണ് ലൈം. ഈ ലൈം കൂടിപ്പോയാൽ എക്സ്പാൻഷനും ഡിസിൻറ്റഗ്രേഷനും സംഭവിച്ച് സിമെൻറ്റ് അൺസൗണ്ട് ആവും. ലൈം കൂടിപ്പോയാൽ എക്സ്പാൻഷൻ ആൻഡ് ഡിസിൻറ്റഗ്രേഷൻ സംഭവിച്ച് സിമെൻറ്റ് അൺസൗണ്ട് ആവും. ദെൻ സിലിക്കയുടെ പ്രോപ്പർട്ടി സിമെൻറ്റിന് സ്ട്രെങ്ത് കൊടുക്കുക എന്നതാണ്. സിലിക്ക ഇമ്പാർട്ട് സ്ട്രെങ്ത് ആണ്. അലുമിന കിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടിയാണ്. ജിപ്സം സെറ്റിംഗ് ആണ്. ആക്ടസ് റിട്ടാർഡർ. ജിപ്സം സെറ്റിംഗ് ആണ് പ്രോപ്പർട്ടി. ഇനിഷ്യൽ സെറ്റിംഗ് ടൈമൊക്കെ കൂട്ടുന്നത് ജിപ്സം ആഡ് ചെയ്തിട്ടാണ്. ഈ ജിപ്സം റിട്ടാർഡർ എന്ന പേര് ഓർമ്മിക്കുക. ആക്ടസ് റിട്ടാർഡർ ആണ് ജിപ്സം. അയൺ ഓക്സൈഡ് മെഗ്നീഷ്യ കളർ കൊടുക്കുന്നതാണ്, കളർ കോമ്പൗണ്ട്സ് ആണ്. സൾഫർ 1 to 3% ആണ്. ആൽക്കലീസ് 0.2 to 1% ആണ്. ആൽക്കലീസ് കൂടിപ്പോയാൽ എഫ്ലോറസൻസ് സംഭവിക്കും. അപ്പോൾ കോമ്പോസിഷൻ ഓഫ് സിമെൻറ്റ് ലൈം, സിലിക്ക, അലുമിന, ജിപ്സം, അയൺ ഓക്സൈഡ്, മെഗ്നീഷ്യ, സൾഫർ, ആൽക്കലീസ്. ദെൻ മാനുഫാക്ചർ ഓഫ് സിമെൻറ്റ് അടുത്ത പോർഷനാണ് മാനുഫാക്ചർ ഓഫ് സിമെൻറ്റ്. മാനുഫാക്ചർ ഓഫ് സിമെൻറ്റിൽ പ്രധാനമായിട്ടും 3 സ്റ്റെപ്സ് ഉണ്ട്. മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽ, ബേണിംഗ്, ഗ്രൈൻഡിങ്. ആദ്യത്തത് മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽസ് ആയിട്ട് എടുക്കുന്നത് അർജിലേഷ്യസ് ആൻഡ് കാൽക്കേരിയസ് ആണ്. മെറ്റീരിയൽസ് ആണ് റോ മെറ്റീരിയൽസ് ആയിട്ട് എടുക്കുന്നത്. മിക്സ് ചെയ്യുന്നത് 2 പ്രോസസ്സ് ഉണ്ട്. ഡ്രൈ പ്രോസസ്സ്, വെറ്റ് പ്രോസസ്സ് ഉണ്ട്. ഡ്രൈ പ്രോസസ്സിൽ നിന്ന് നമുക്ക് റോ മിക്സ് കിട്ടും. വെറ്റ് പ്രോസസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് സ്ലറിയാണ് കിട്ടുന്നത്. ഡ്രൈ പ്രോസസ്സിൽ നമുക്കൊരു റോ മിക്സ് കിട്ടും. വെറ്റ് പ്രോസസ്സിൽ നിന്ന് സ്ലറിയാണ് കിട്ടുന്നത്. അതാണ് മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്. ദെൻ ബേണിംഗ്. മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് കഴിഞ്ഞ് അതിന് ബേൺ ചെയ്യണം. ബേൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കിൻ ഏതാണ്? റോട്ടറി കിൻ. സിമെൻറ്റ് ബേൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കിൻ റോട്ടറി കിന്നാണ്. റോട്ടറി കിന്നിൽ പ്രധാനമായിട്ടും 3 സോണുകളുണ്ട്. ഡ്രൈയിങ് സോൺ, കാൽസൈനിങ് സോൺ, ബേണിംഗ് സോൺ. അപ്പോൾ റോട്ടറി കിന്നിൽ പ്രധാനമായിട്ടും 3 സോണുകളായിട്ട് ഉണ്ട്. ഡ്രൈ സോൺ, കാൽസൈനിങ് സോൺ, ബേണിംഗ് സോൺ. ഇതിൽ സ്ലറി നമുക്ക് ഇതുവഴിയാണ് ഇടുന്നത്. ഈ സ്ലറി ഡ്രൈ സോണിലോട്ടാണ് ആദ്യം പോകുന്നത്. അപ്പം ഡ്രൈ സോണിൽ നിന്ന് സ്ലറിയെ ഡ്രൈ ആക്കും, അതായത് വാട്ടർ വേപ്പറായി പോകും. അപ്പോൾ വാട്ടർ വേപ്പറൈസേഷൻ നടക്കുന്നത് ഡ്രൈയിങ് സോണിലാണ്. ദെൻ അത് കാൽസൈനിങ് സോണിലോട്ട് വരും. കാൽസൈനിങ് സോണിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്യും.
അവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടോ, കാൽസൈനിങ് സോണിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടോ, അതേതാണ്? നൊഡ്യൂൾസ് എന്നറിയപ്പെടുന്നു. നൊഡ്യൂൾസ് കാൽസൈനിങ് സോണിൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റാണ് നൊഡ്യൂൾസ് ഫോം ചെയ്യും. കാൽസൈനിങ് സോണിൽ നൊഡ്യൂൾസ് ഫോം ചെയ്യും. ദെൻ അത് ബേണിംഗ് സോണിലൊക്കെ എത്തുമ്പോൾ അവിടെ ഫോം ചെയ്യുന്നതാണ് ക്ലിങ്കർ. ബേണിംഗ് സോണിൽ നിന്നാണ് നമുക്ക് ക്ലിങ്കർ ഫോം ചെയ്യുന്നത്. ബേണിംഗ് സോണിൽ നിന്നാണ് ക്ലിങ്കർ ഫോം ചെയ്യുന്നത്. ബേണിംഗ് സോണിൽ നിന്നാണ് ക്ലിങ്കർ ഫോം ചെയ്യുന്നത്. ഇവിടെയാണ് ടെമ്പറേച്ചർ കൂടുതൽ. ഈ ഒരു പോർഷനിലാണ് ടെമ്പറേച്ചർ കൂടുതൽ. അതാണ് അവിടെ തന്നെ ബേണിംഗ് സോൺ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ക്ലിങ്കർ നമുക്കിങ്ങനെ കിട്ടുമ്പോൾ ഹൈ ടെമ്പറേച്ചറിലായിരിക്കും. ഈ ഹൈ ടെമ്പറേച്ചറിലുള്ള ക്ലിങ്കർ എന്ന പ്രോഡക്റ്റിനെ കൂളറിലോട്ട് പാസ് ചെയ്ത് വിട്ട് ഇതിനെ കൂൾ ചെയ്തെടുക്കും. ഇനി ഈ റോട്ടറിക്കിൻ്റെ ഡയമെൻഷൻ നമുക്ക് പഠിക്കണം. റോട്ടറിക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, റോട്ടറിക്കിൻ്റെ ലെങ്ത് 90 to 120 മീറ്റർ, 90 to 120 മീറ്റർ, 90 to 120 മീറ്റർ ഡയമീറ്റർ ഉണ്ട്. ഈ ഡയമീറ്റർ 2.5 to 3 മീറ്റർ, 2.5 to 3 മീറ്റർ, 2.5 to 3 മീറ്ററാണ് റോട്ടറിക്കിൻ്റെ ഡയമീറ്റർ. ദെൻ റോട്ടറിക്കിനൊരു സ്ലോപ്പ് ഉണ്ട്. 125 to 130 ആണ് റോട്ടറിക്കിൻ്റെ സ്ലോപ്പ്. ഓക്കെ, അടുത്ത ക്ലിങ്കർ എന്താണെന്ന് പറയാം. ക്ലിങ്കർ നമുക്ക് ബേണിംഗ് സോണിലൂടെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ക്ലിങ്കർ. ഈ ക്ലിങ്കർ എന്ന് പറയുന്നത് സ്മാൾ ഹാർഡ് ഗ്രീനിഷ് ബ്ലൂ ബാൾ, സ്മാൾ ഹാർഡ് ഗ്രീനിഷ് ബ്ലൂ ബാൾസ് ആണ് ക്ലിങ്കർ എന്നറിയപ്പെടുന്നത്. ഈ ക്ലിങ്കറിന് സൈസ് ഉണ്ട് 3 to 20 mm ആണ് ക്ലിങ്കറിൻ്റെ സൈസ്. 3 to 20 mm ആണ് ക്ലിങ്കറിൻ്റെ സൈസ്. ക്ലിങ്കർ ഫോം ചെയ്യുന്ന ടെമ്പറേച്ചർ 1500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ക്ലിങ്കർ ഫോം ചെയ്യുന്ന ടെമ്പറേച്ചർ 1500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി സിമെന്റിന്റെ ബേണിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1400 to 1500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 1400 to 1500 ഡിഗ്രി സെൽഷ്യസ് ആണ് സിമെന്റിന്റെ ബേണിംഗ് ടെമ്പറേച്ചർ. ഈ റോട്ടറിക്കിൻ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. സോ അവിടെ റൊട്ടേഷൻ പഠിക്കണം. റോട്ടറിക്കിൻ്റെ റൊട്ടേഷൻ വരുന്നത് 1 to 3 RPM. 1 to 3 RPM ആണ് റോട്ടറിക്കിൻ്റെ റൊട്ടേഷൻ. അത്രയാണ് ബേണിംഗ് എന്ന പ്രോസസ്സിൽ പഠിക്കാനുള്ളത്. ദെൻ ഗ്രൈൻഡിങ്. ബേണിംഗ് കഴിഞ്ഞിട്ട് ഗ്രൈൻഡിങ് ചെയ്യണം. ഗ്രൈൻഡിങ് ഈസ് ഡൺ ബൈ ട്യൂബ് ഓർ ബോൾ മിൽസ്. ഗ്രൈൻഡിങ് ഈസ് ഡൺ ബൈ ട്യൂബ് ഓർ ബോൾ മിൽസിലാണ് ഗ്രൈൻഡിങ് നടക്കുന്നത്. ജിപ്സം ഈസ് ആഡഡ് ഡൂറിങ് ഗ്രൈൻഡിങ് പ്രോസസ്. ഡൂറിങ് ഗ്രൈൻഡിങ് പ്രോസസ്സിലാണ് ജിപ്സം ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ സിമെൻ്റൊക്കെ മാനുഫാക്ചർ ചെയ്തെടുത്തു. ഇനി അടുത്ത സിമെൻറ്റിനെ സ്റ്റോർ ചെയ്യണം. അപ്പോൾ മാനുഫാക്ചറിങ് പ്രോസസ്സ് അത്രയുമാണ്. അടുത്ത ടോപ്പിക്കാണ് സ്റ്റോറേജ് ഓഫ് സിമൻറ്റ്. സിമൻറ്റ് എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? സിമൻറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ജൂട്ട് ഓർ ഗണ്ണി ബാഗ്. സിമൻറ്റ് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു ബാഗിൽ, നമുക്ക് സിമൻറ്റ് കിട്ടുന്ന ആ ഒരു ബാഗിനെയാണ് ജൂട്ട് ഓർ ഗണ്ണി ബാഗ് എന്ന് പറയും. 1 ബാഗ് ഓഫ് സിമൻറ്റ് എന്ന് പറയുന്നത്, 1 ബാഗ് ഓഫ് സിമൻറ്റ് എന്ന് പറയുന്നത് എത്ര കിലോയാണ്? 50 കിലോ. 1 ബാഗ് ഓഫ് സിമൻറ്റ് എന്ന് പറയുന്നത് 50 കിലോഗ്രാം. 1 ബാഗ് ഓഫ് സിമൻറ്റ് 50 കിലോഗ്രാം ആണ്. വോളിയം ഓഫ് 1 ബാഗ് ഓഫ് സിമൻറ്റ് 0.035 മീറ്റർ ക്യൂബ്. 0.035 മീറ്റർ ക്യൂബ് ആണ് വോളിയം ഓഫ് 1 ബാഗ് ഓഫ് സിമൻറ്റ്. ഒരു ബാഗ് സിമൻറ്റിൻ്റെ വോളിയം 0.035 മീറ്റർ ക്യൂബാണ്. ഇനി ലിറ്ററിൽ പറയുകയാണെങ്കിൽ 35 ലിറ്റർ എന്ന് പറയാം. ലിറ്ററിൽ പറയുകയാണെങ്കിൽ 35 ലിറ്റർ എന്ന് പറയാം. ദെൻ ഡെൻസിറ്റി ഓഫ് സിമൻറ്റ്. സിമൻറ്റിൻ്റെ ഡെൻസിറ്റി 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സിമൻറ്റിൻ്റെ ഡെൻസിറ്റി 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്ക്. താങ്ക് യു.